സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ ഓതിക്കൊടുത്ത തന്ത്രങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് കടത്തിയത്. ആദ്യ ജയം നേടാൻ 4ാം മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് കോപ്പലിന്റെ കീഴിൽ അത്ഭുതങ്ങൾ തീർത്തു. കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മജീഷ്യനാണ് സ്റ്റീവ് കോപ്പൽ. ഒരു ഘട്ടത്തിൽ ആരാധകർ പോലും കൈവിട്ട ടീമിനെ താഴെപ്പടിയിൽ നിന്ന് ഫൈനലിലേക്ക് കൈപിടിച്ചാണ് കോപ്പൽ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ തീർത്തത്. ശരാശരിക്കാരുടെ ഒരു സംഘത്തെ ഫൈനലിലെത്തിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളാണ് സ്റ്റീവ് കോപ്പലിനെ ISLലെ തന്ത്രങ്ങളുടെ. സൈഡ് ലൈനിനരികിൽ ശാന്തതയോടെ നിൽക്കുന്ന കോപ്പൽ തലകൊണ്ടായിരുന്നു മൈതാനത്തെ ആളുന്നത്. നിമിഷനേരങ്ങൾ മതിയായിരുന്നു കോപ്പൽ എന്ന പരിശീലകന് തന്ത്രങ്ങൾ മാറ്റിവരയ്ക്കാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാം പകുതിയിലായിരുന്നു സ്റ്റീവ് കോപ്പലിലെ തന്ത്രശാലി പുറത്തു ചാടിയത്. അതുകൊണ്ടായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക ഗോളുകളും രണ്ടാം പകുതികളിൽ പിറന്നത്. സ്പാനിഷ് താരം ഹോസുവിനെയും ബെൽഫോർട്ടിനെയും കോപ്പൽ ഉപയോഗിച്ച രീതി കണ്ടാലറിയാം ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ആ മനുഷ്യൻ ടീമിന്റെ ഘടനയെ മാറ്റിമറിച്ചതെന്ന്. മികച്ച വിംഗറായ ഹോസുവിനെ കോപ്പലിറക്കിയത് ഇടത് വിംഗ് ബാക്കായി. ഫലമോ ലീഗിലെ ഏറ്റവും മികച്ച ഇടത് വിംഗ് ബാക്കുകളിൽ ഒരാളായി ഹോസു മാറി. സ്ട്രൈക്കറായ കെവിൻ ബെൽഫോർട്ടിനെ വിംഗിൽ കളിപ്പിച്ചും കോപ്പൽ അത്ഭുതങ്ങൾ കാട്ടി. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പ്രിയ ശൈലിയായ 4-4-2 രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ തവണയും കോപ്പലിറക്കിയത്. പ്രതിരോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഫ്ലാറ്റ് ശൈലിയിൽ ടീമിനെ നയിക്കാൻ കോപ്പലിനെ സഹായിച്ചത് കഠിനാധ്വാനികളായ ആരോൺ ഹ്യൂസും സിഡ്രിക് ഹെങ്ബട്ടുമാണ്. നിശബ്ദമായി വിപ്ലവം തീർത്ത സ്റ്റീവ് കോപ്പൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്റ്റാർ. ഫൈനലിലും കാത്തിരിക്കാം ആശാന്റെ പുതിയ അടവുകൾക്കായി. സ്പോർട്സ് ഡെസ്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കലാശ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷയോടെയാണ് മലയാളി താരം റിനോ ആൻഡ്രോയുടെ കുടുംബം കാത്തിരിക്കുന്നത്. ചരിത്ര നിമിഷങ്ങളിൽ പങ്കാളിയാകാൻ റിനോയും കളത്തിലിറങ്ങിയാൽ തൃശൂർ ഒല്ലൂക്കര ഗ്രാമത്തിന്റെ ആഹ്ലാദം 10 മടങ്ങാകും. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ റിനോ ആൻഡോ അഭിമാനമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ ഒല്ലൂക്കര ഗ്രാമം. നാട്ടുകാരുടെ ആഹ്ലാദത്തിനും ആവേശത്തിനുമപ്പുറം പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും സമ്മർദ്ദത്തിലാണ് റിനോയുടെ കുടുംബം. പ്രതിരോധ നിരയെ മുൻനിർത്തി കരുത്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിനാവുമെന്നാണ് റിനോയുടെ അച്ഛൻ ആൻഡോയുടെ പ്രതീക്ഷ. CK വിനീതിനെ ഏതു തരത്തിൽ വിനിയോഗിക്കുന്നു എന്നതും കളിയിൽ നിർണായകമാവും. നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ആണ്. അത് അറിയണവർക്ക് അറിയുള്ളൂ. അതിപ്പോൾ ഒരു കാസറ്റിൽ കൂടെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ കാണുന്നതോ അല്ല. ചരിത്ര നിമിഷത്തിൽ റിനോയും പങ്കാളിയായാൽ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാകും. ഇറങ്ങിയാൽ നന്നായിട്ട് കളിക്കാൻ പറയാറുണ്ട്. ഇറങ്ങുന്ന ദിവസങ്ങൾ നന്നായി കളിക്ക്, ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ടീം ജയിക്കട്ടെ എന്ന് പറയും. ഞാൻ ജയിച്ചു വരണതാണ് എൻ്റെ ആഗ്രഹം. AFC കപ്പിലെ നഷ്ടത്തിന്റെ പേരിൽ ഏറെ വിഷമിച്ചെങ്കിലും ISL ഫൈനലിൽ കളിക്കാനായാൽ അതിന്റെ വാശി പുറത്തെടുക്കാൻ റിനോ സജ്ജനാണെന്ന് സഹോദരൻ ജോസഫ് ആൻഡോ പറയുന്നു. കളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ ടീമൊക്കെ സെറ്റായി. ഇപ്പോൾ കളിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടാവും ആർക്കായാലും. നാളത്തെ കളി കളിക്കാൻ പറ്റിയ ചേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്. ഉച്ചയ്ക്ക് ടീം മീറ്റിംഗിന് ശേഷമേ റിനോ കളത്തിനിറങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്കെതിരെ അച്ചടക്ക നടപടി. കൊൽക്കത്തയ്ക്ക് 7 ലക്ഷം രൂപ പിഴ ചുമത്തി. കൊൽക്കത്ത താരം ബെലൻകോസോയെ 2 മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്തു. AAFF അച്ചടക്ക സമിതിയാണ് നടപടിയെടുത്തത്. മുംബൈക്കെതിരായ മത്സരത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ് നടപടി. സാംസൺ ആൻഡ് സാംസൺ ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഭൂമിയും ഫ്ളാറ്റുകളും സംബന്ധിച്ച ആസ്തി തേടിയുള്ള അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനം. ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പ്രതികൾ നിരവധി പേരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് ബംഗളൂരു, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ ഭൂമിയും ഫ്ളാറ്റുകളും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ആവശ്യക്കാരിൽ നിന്ന് ഏകദേശം 130 കോടിയിലധികം രൂപയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത നടി ധന്യ മേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ്, സഹോദരൻ സാമുവൽ ജേക്കബ്, ജേക്കബ് സാംസൺ എന്നിവർ ചേർന്ന് തട്ടിയെടുത്തത്. ഈ തുക ഉപയോഗിച്ച് പ്രതികൾ അന്യസംസ്ഥാനങ്ങളിൽ ഭൂമിയും ഫ്ളാറ്റുകളും വാങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇത് കണക്കിലെടുത്ത അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരു, തമിഴ്നാട്ടിലെ ചെന്നൈ, തിരുനെൽവേലി, മുംബൈ എന്നിവിടങ്ങളിലായാണ് ധന്യയും കൂട്ടാളികളും പണം ചെലവഴിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. തിങ്കളാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്.
അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശമനുസരിച്ച് സിറ്റി ക്രൈംബ്രാഞ്ച് എ സി സന്തോഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ ഉടൻ പരിശോധനയ്ക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുമെന്നാണ് അറിയുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായവും അന്വേഷണ സംഘം തേടുന്നുണ്ട്. അതേസമയം താരപരിവേഷം ഉപയോഗിച്ച് നടത്തിയ ഫ്ളാറ്റ് തട്ടിപ്പിൽ ധന്യ മേരി വർഗീസിന്റെ ഉറ്റ സുഹൃത്തുക്കളായ സിനിമാ താരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ധന്യ മേരി വർഗീസിന്റെ പണമിടപാടുകൾ പലതും നടത്തിയിരുന്നത് 2 നടികൾ വഴിയാണെന്നും പോലീസിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്തുള്ള അന്വേഷണം ധന്യയെയും മറ്റു 3 പേരെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നും പോലീസ് പറയുന്നു. കേരളത്തിൽ ഇവർക്കുള്ള ഭൂമി, ഫ്ളാറ്റ് എന്നിവ സംബന്ധിച്ച രജിസ്ട്രേഷൻ ഐജിയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് ലഭിക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സാംസൺ ആൻഡ് സൺസ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് വരുന്നത് അതായത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കേരളത്തിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ഐജിക്ക് അന്വേഷണ സംഘം കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം നീട്ടാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇടപാടുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? എങ്ങനെയാണ്? സോമി, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അതായത് 130 കോടിയിലധികം രൂപയാണ് ഇവർ പലരിൽ നിന്നായി തട്ടിയെടുത്തതായിട്ട് വിവരം പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തുക എവിടെ വിനിയോഗിച്ചു എന്നുള്ളതാണ് പോലീസിന് അറിയേണ്ടത്. ഇത് സംബന്ധിച്ച പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം അനുസരിച്ച് ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അതായത് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഭൂമിയും ഫ്ളാറ്റും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് കഴിഞ്ഞ ദിവസം വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഇവർക്ക് ഫ്ളാറ്റ് ഉണ്ട് എന്നുള്ളത് മറ്റു ചില സോഴ്സുകൾ വഴിയും ഇവർ അറസ്റ്റിലായ സാഹചര്യത്തെ തുടർന്ന് തന്നെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘം തന്നെ ബാംഗ്ലൂരിലേക്ക് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന് ഇപ്പോഴത്തെ കാര്യങ്ങളും പരാതികളും വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൂടെ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇവർ ഭൂമി വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് ഐജിക്ക് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ തിങ്കളാഴ്ച ഇവർക്ക് മറുപടി ലഭിക്കും. ഇത് ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ പരിശോധന ഉണ്ടാകുന്നത്. ഇന്നലെ ഇവരുടെ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ കൺസേൺഡ് ജഡ്ജി അല്ല ഇന്നലെ കോടതിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കസ്റ്റഡിയിൽ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ തിങ്കളാഴ്ച മാത്രമേ പരിഗണിക്കുകയുള്ളൂ. തിങ്കളാഴ്ച പോലീസിന് ധന്യ മേരി വർഗീസും ഭർത്താവും ഭർത്തൃ സഹോദരനും അടക്കമുള്ള 4 പേരുടെയും കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ച് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്താനും കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താനും സാധിക്കുകയുള്ളൂ. അതുപോലെ സിനിമാ താരങ്ങളെ കേന്ദ്രീകരിച്ച, അതായത് ധന്യയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 സിനിമാ നടികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ തന്നെ ഇവർ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ഫ്ളാറ്റുകൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ മാത്രമായിരിക്കും ഇവരിൽ നിന്ന് വെളിപ്പെടുക എന്നാണ് പോലീസ് പറയുന്നത്. സുനിൽ, പ്രതികളായ ജോൺ ജേക്കബ്, അദ്ദേഹത്തിന്റെ സഹോദരൻ സാമുവൽ, ഒപ്പം തന്നെ ജോണിന്റെ ഭാര്യ ധന്യ മേരി വർഗീസ് എന്നിവർ കേസുമായി ബന്ധപ്പെട്ട ഒളിവിൽ താമസിച്ച സ്ഥലങ്ങൾ മുംബൈ, ബംഗളൂരു, ചെന്നൈ ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. ഇത്തരത്തിലുള്ള അവർ താമസിച്ച ആ ഒരു ബന്ധം കൂടി ഇപ്പോൾ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനൊരു സൂചന ആകുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ നാഗർകോവിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവരെ ചെന്നൈയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുമായി, അതായത് ധന്യയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സിനിമാ നടിയാണ് ഇവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ഇത്തരത്തിൽ ഇവരുടെ ബന്ധം വളരെ വ്യക്തമായുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഇവരുടെ ടെലിഫോൺ ഡേറ്റാസ് പരിശോധിക്കുകയാണ്. അത് ഹൈടെക് സെൽ പരിശോധിച്ച് അതിൻ്റെ ടെലിഫോൺ കോൾസിൻ്റെ ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. ഇത് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടികളെ നിരീക്ഷിക്കാനായി ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവർ വഴിയാണ് ചില പണമിടപാടുകൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നടത്തിയിട്ടുള്ളത് എന്നുള്ളതും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമഗ്രമായ പരിശോധന തന്നെയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ച് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ മീറ്റിംഗ് ചേർന്ന് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ കാര്യം, കാരണം ഇവർ അറസ്റ്റിലായി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ പോലീസിന് ചോദ്യം ചെയ്യാനായി ഇവരെ ലഭിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട്
തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ച പ്രത്യേക കേന്ദ്രത്തിൽ വെച്ച് നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുന്നോടിയായി ഇവരുടെ ടെലിഫോൺ വിശദാംശങ്ങൾ വെച്ചുള്ള ചില അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകാനും അവിടുത്തെ പോലീസിന്റെ സഹായം തേടാനും തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇവർക്കുള്ള ഫ്ളാറ്റിന്റെയും ഭൂമിയുടെയും വിശദാംശങ്ങൾ തിങ്കളാഴ്ച IG നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവരും എന്നാണ് പോലീസ് പറയുന്നത്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഭൂമിയും ഫ്ളാറ്റുകളും സംബന്ധിച്ച ആസ്തി തേടിയുള്ള അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നതിന് രജിസ്ട്രേഷൻ IG-ക്ക് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. ചൈനയ്ക്കെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുബിക് ഉൾക്കടലിൽ നിന്ന് പിടിച്ചെടുത്ത അമേരിക്കയുടെ ആളില്ലാ അന്തർവാഹിനി ചൈന മോഷ്ടിക്കുകയായിരുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു. ട്വിറ്ററിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. ദക്ഷിണ ചൈന കടലിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെയായിരുന്നു ചൈനീസ് നാവികസേന അന്തർവാഹിനി പിടിച്ചെടുത്തത്. സമുദ്ര സർവേക്കായാണ് മുങ്ങിക്കപ്പൽ അയച്ചതെന്നാണ് അമേരിക്കയുടെ വാദം. അതേസമയം പ്രശ്നം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. മുങ്ങിക്കപ്പൽ തിരിച്ചു നൽകാമെന്ന് ചൈന അറിയിച്ചതായാണ് പെന്റഗൺ നൽകുന്ന വിവരം. ഇന്ത്യൻ സിനിമകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പാകിസ്ഥാൻ നീക്കുന്നു. നാളെ മുതൽ ബോളിവുഡ് ചിത്രങ്ങൾ എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുമെന്ന് പാകിസ്ഥാനിലെ ചലച്ചിത്ര വിതരണക്കാരും തിയേറ്റർ ഉടമകളും അറിയിച്ചു. കശ്മീർ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യൻ ചിത്രങ്ങൾക്ക് പാകിസ്ഥാൻ വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ തീരുമാനം പാക് സിനിമാ വ്യവസായത്തിൽ വൻ നഷ്ടമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു നടപടിയിൽ നിന്ന് പിന്മാറാൻ ഇപ്പോൾ പാക് സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത്. ഇന്ത്യൻ ചാനലുകൾ പാകിസ്ഥാനിൽ സംപ്രേഷണം ചെയ്യുന്നതും പാക് സർക്കാർ തടഞ്ഞിരുന്നു. നോട്ട് അസാധുവാക്കിയതിനെതിരെ ദില്ലി ജന്തർ മന്ദിറിൽ മലയാളിയുടെ ഒറ്റയാൾ പോരാട്ടം. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ സ്വദേശിയായ ജോൺ എന്നയാളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഏകാംഗ ധർണ നടത്തുന്നത്. മണിപ്പൂരിൽ സ്കൂൾ നടത്തുന്ന ജോൺ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടാണ് രാജ്യ തലസ്ഥാനത്തെത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ആരംഭിച്ചത്. ദില്ലിയിലെ സമരസിരാ കേന്ദ്രമായ ജന്തർ മന്ദിറിലാണ് ഒരു മലയാളി വ്യത്യസ്തമായ സമരമുഖം തുറന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത കണിച്ചാർ സ്വദേശിയാണ് പള്ളിക്കച്ചാലിൽ ജോൺ. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിനടുത്ത് സ്വന്തമായി സ്കൂൾ നടത്തുന്നു. നോട്ട് അസാധുവാക്കിയ നടപടി മൂലം മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ട് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് രാജ്യ തലസ്ഥാനത്തേക്ക് വണ്ടി കയറി. BJPയെ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തുകയാണ് ഈ ദുരിതം അടിച്ചേൽപ്പിച്ചതിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടിയെന്ന് ജോൺ പറയുന്നു. BJPയെ പരാജയപ്പെടുത്തണം. അങ്ങനെ BJPയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ മോദിക്ക് മനസ്സിലാവൂ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരാണ്. സംഘടിതമായ പ്രതിഷേധങ്ങളിൽ പങ്കാളിയാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അവരുടെ കൂടെ നാം പ്രതികരിച്ചു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ചുവയുള്ള ഒരു കാഴ്ചപ്പാട് എന്ന രീതിയിലേക്ക് വരും. പക്ഷേ ഞാനൊരു പൊതുജനത്തിന്റെ പ്രതിനിധിയായിട്ട് ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നോട്ട് നിരോധനം മൂലം ദുരിതമനുഭവിക്കുന്ന രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ദില്ലിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ ഈ ഒറ്റയാൾ പോരാട്ടം. ദില്ലിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധന നടപടിയെ തുടർന്ന് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ സംഘടിപ്പിച്ച സഹകരണ മേഖലാ സംരക്ഷണ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി MM മണി നിർവഹിച്ചു. കട്ടപ്പനയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് EM അഗസ്തി അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിന് ശേഷം സഹകാരികളുടെ ഭവന സന്ദർശന പരിപാടിയും സംഘടിപ്പിച്ചു. ചികിത്സാ രംഗത്ത് കൂടുതൽ മികവ് തെളിയിക്കാനുള്ള പ്രവർത്തനം ഊർജിതമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. പുതിയ അത്യാഹിത വിഭാഗം കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാർക്ക് അത്യാധുനിക ചികിത്സയും മികച്ച സേവനവും ഒരുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് എന്ന പദവി സ്വന്തമാക്കിയ തിരുവനന്തപുരത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഇപ്പോൾ മികവിന്റെ കേന്ദ്രമായി മാറാനൊരുങ്ങുകയാണ്. ഇതിന്റെ ആദ്യപടിയായി എയിംസിന്റെ മാതൃകയിൽ തന്നെയുള്ള OP സംവിധാനത്തിന് തുടക്കമിട്ടു. ആശുപത്രിയിലെത്തുന്നവർക്ക് പല ലാബ് പരിശോധനകൾ പല സ്ഥലങ്ങളിലായി നടത്തേണ്ട നിലവിലെ സംവിധാനത്തിന് മാറ്റം വരുത്തും. പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ എല്ലാ സംവിധാനങ്ങളോടുമുള്ള 5ലധികം ഓപ്പറേഷൻ തിയേറ്ററുകളും സ്കാനിംഗ്, ലാബ് പരിശോധനാ സൗകര്യങ്ങളും ഫാർമസിയും ഒരുക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മികച്ച പരിശീലനവും പ്രദാനം ചെയ്യുന്നുണ്ട്. വാർഡുകളിലെ രക്തപരിശോധനാ സംവിധാനവും മികവിന്റെ കേന്ദ്രത്തിന്റെ ഭാഗമായി സജ്ജീകരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഷർമദ്.
പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ സെപ്റ്റിക് തിയേറ്റർ വരുന്നുണ്ട്. അണുബാധ ഏറ്റ് വരുന്നവരെ ചികിത്സിക്കാനായത് മേജർ തിയേറ്റർ ഹാളിൽ കയറുന്നതിന് പുറത്ത് തന്നെയായിട്ട് അത് സജ്ജമാക്കുന്നുണ്ട്. അതിനകത്ത് 24 മണിക്കൂറും ജനറൽ സർജറി കേസുകൾ മാനേജ് ചെയ്യാനായിട്ടുള്ള തിയേറ്ററുണ്ട്. ഓർത്തോപെഡിക് തിയേറ്റർ എക്സ്ക്ലൂസീവായി ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെൻറ്റിനൊരു തിയേറ്റർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് സർജറി, വാസ്കുലർ സർജറികൾ ഒരുപാട് സമയമെടുക്കുന്നതാണ്. ഒരു കേസ് ചെയ്തു തുടങ്ങിയാൽ 10-12 മണിക്കൂർ എടുക്കുന്ന അങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ, പ്ലാസ്റ്റിക് സർജറി ആയാലും ഒരു രക്തക്കുഴൽ മുറിഞ്ഞു വരുന്നു അല്ലെങ്കിൽ കൈ മുറിച്ചു മാറ്റപ്പെട്ട രോഗിക്ക് അത് തുന്നിച്ചേർക്കുവാനുള്ള സംവിധാനം, അതിനുള്ള ഉപകരണങ്ങളടക്കമാണത് സജ്ജമാകുന്നത്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി അവർക്ക് പരാതിരഹിത ചികിത്സ ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. 8 മാസത്തിനുള്ളിൽ പുതിയ അത്യാഹിത വിഭാഗത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർജിക്കൽ, ഓർത്തോ ICUകളും പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ ഉണ്ടാകും. പുതിയ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം കൂടെ സജ്ജമായി കഴിയുമ്പോഴേക്കും ഇവിടെ എത്തുന്ന രോഗികളുടെ ബുദ്ധിമുട്ട് ഇല്ലാതായിത്തീരും. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് സൂപ്രണ്ടും മറ്റു ഡോക്ടർമാരും. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്ന ഭാര്യയുടെ ആകസ്മിക മരണത്തോടെ ദുരന്തങ്ങളുടെ തുരുത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അന്ധനായ അജയ്കുമാറിന്റെ ജീവിതം. കാസർഗോഡ് ചീമേനിയിൽ ഭാഗ്യക്കുറി വിൽപ്പനക്കാരനായ അജയ്കുമാറിന്റെ ഭാര്യ ഗീത കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്നാണ് മരിച്ചത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ചൂണ്ടിക്കാട്ടി അജയ്കുമാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകാത്തതിനാൽ തുടർ നടപടി വൈകുകയാണ്. കാസർഗോഡ് ചീമേനി ടൗണിലെ അന്ധനായ അജയ്കുമാറിന്റെ ലോട്ടറി സ്റ്റാളിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് ലോട്ടറികൾ ഇല്ലെന്ന് തന്നെ പറയാം. നോട്ട് പ്രതിസന്ധി അജയ്കുമാറിനെ സാരമായി ബാധിച്ചു. ജന്മന അന്ധനായ അജയ്കുമാറിന് ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്നു ഭാര്യ ഗീത. 1 വർഷം മുമ്പ് ആദ്യ പ്രസവത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഉണ്ടായതായി പറയപ്പെടുന്ന പിഴവിനെ തുടർന്ന് ഗീത മരണപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നില ഗുരുതരമായതിനെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗീതയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ശസ്ത്രക്രിയയിലെ പിഴവാണ് മരണകാരണമെന്ന് മംഗലാപുരത്തെ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടതായി അജയ്കുമാർ പറഞ്ഞു. അത് ഈ ഡോക്ടർമാരെ കയ്യിൽ പറ്റി തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയാൽ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊന്നും പറയാനൊന്നുമില്ല. അവരുടെ കയ്യിൽ വന്ന പ്രശ്നമില്ലായിരുന്നു. ഓപ്പറേഷന്റെ ചെറുകുടലും മൺകുടലും തുന്നി കെട്ടുന്നതിൽ പറ്റിയ മിസ്റ്റേക്കാണ്. അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞു മാത്രമാണ് ഇനി അജയ്കുമാറിന്റെ പ്രതീക്ഷ. അന്ധനെന്ന നിലയിൽ ലഭിക്കുന്ന പെൻഷൻ മാത്രം ഏക വരുമാനം. പട്ടിക വിഭാഗത്തിൽപ്പെട്ട തെയ്യം കലാകാരന്മാരുടെ കുടുംബമാണ് അജയ്കുമാറിന്റേത്. ഗീതയുടെ മരണം സംബന്ധിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തന്റെ പരാതിയിൽ ഓസ്തുർക്ക് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് അജയ്കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കയർ മേഖലയുടെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് കയർ ഫെഡിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളുടെ യോഗം കൊല്ലത്ത് ചേർന്നു. കയർ തൊഴിലാളികളുടെ ജോലി ഉറപ്പാക്കുകയും കയർ കയറ്റുമതിയിൽ കേരളത്തിന്റെ ഗതകാല പ്രൗഢി വീണ്ടെടുക്കാനുമുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി. സംസ്ഥാനത്തെ 600ഓളം കയർ സൊസൈറ്റികളിൽ പാതി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതും പേരിന് മാത്രമെന്നാണ് കയർ വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കാൻ കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരത്തിനും വിവിധ ജില്ലകളിൽ കയർ അപെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗങ്ങൾ വിളിക്കുന്നത്. ലോകോത്തര ഗുണനിലവാരമുള്ള കേരള ബ്രാൻഡിന്റെ കയറിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുകയും കയറ്റുമതി 10 നിന്ന് 90% ഉയർത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളുമായി കയർ വ്യാപാരത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞുവെന്ന് അപെക്സ് വൈസ് ചെയർമാൻ ആനത്തലവട്ടം മാനന്ദൻ പറഞ്ഞു. അതിന് സഹകരണ സംഘങ്ങളെ പ്രവർത്തിപ്പിക്കണം, അവിടെ തൊണ്ട് സംഭരിക്കണം. ഇന്നുള്ള തുടർന്നു വന്ന ഉൽപ്പാദന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. കിട്ടുന്ന കൂലി, തൊഴിലാളി കിട്ടുന്ന കൂലി വളരെ തുച്ഛമാണ്. ആ കൂലിക്ക് പുതിയ തലമുറയൊന്നും കടന്നു വരില്ല. അപ്പോൾ അവരുടെ കൂലി വർദ്ധിക്കണമെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം. അതിന് പഴയ പരമ്പരാഗത റാട്ട് കൊണ്ട് സാധിക്കില്ല. അതിന് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി ഉള്ള റാട്ട് വിതരണം നടത്താനും സപ്ലൈ ചെയ്യാനുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ്. അതാണ് നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോളവൽക്കരണം കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നത് നുണപ്രചരണം മാത്രമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖല ശക്തിപ്പെടുത്തുക മാത്രമാണ് പോംവഴിയെന്നും അതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനാവുമെന്നും ആനത്തലവട്ടം മാനന്ദൻ ചൂണ്ടിക്കാട്ടി. വേറെ തൊഴിലുണ്ടാക്കി കൊടുത്ത് തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണാനൊന്നും പറ്റില്ല. അഭ്യസ്തരായ യുവതി യുവാക്കൾ ധാരാളമുള്ള നാടാണ് നമ്മുടെ നാട്. എന്ത് പണിയാണ് കൊടുക്കാൻ കഴിയുക? വിദേശ വ്യവസായങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരും, നമ്മുടെ തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞെങ്കിലും ഒറ്റ വ്യവസായിയും വന്നൊരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായശാല പുതുതായി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട്
നമ്മുടെ ഇവിടെ ആളുകൾക്ക് നമ്മുടെ ഈ അസംസ്കൃത ഉൽപ്പന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തൊഴിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. പുനരുദ്ധാരണ പാക്കേജിൽ ജീവനക്കാരുടെ ശമ്പള വർധനവ് ഉൾപ്പെടെ പരിഗണിച്ചേക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ആലപ്പുഴ മുതൽ കാസർഗോഡ്, കണ്ണൂർ വരെയുള്ള ജില്ലകളിലും അപെക്സ് മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരികെ വാർത്തയിലേക്ക്. അടഞ്ഞുകിടക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. തൊഴിലാളികളെ പട്ടിണിക്കിട്ട് മുതലാളിമാർ മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ലാഭമാക്കുന്നത് തടയുന്ന സ്ഥിതിയിലേക്ക് സമരരീതി മാറാതെ നോക്കേണ്ട ഉത്തരവാദിത്തം മുതലാളിമാർക്കുണ്ടെന്ന് CITU നേതാവ് ആനത്തലവട്ടം ആനന്ദൻ മുന്നറിയിപ്പ് നൽകി. 50 കേന്ദ്രങ്ങളുടെ മുമ്പിലേക്ക് നിരാഹാര സമരം വ്യാപിപ്പിച്ചു. മറ്റ് കശുവണ്ടി ഫാക്ടറികളിലേക്കും സമരം തുടങ്ങാനാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ തീരുമാനം. ബോധപൂർവം പൂട്ടിയിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. തൊഴിലാളികളെ ഉപയോഗിച്ച് സമ്പന്നരായവർ ഇപ്പോൾ തൊഴിലാളികളെ തെരുവിൽ ഉപേക്ഷിച്ചെന്നും തോട്ടണ്ടി വാങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിച്ച് കോടികൾ കൊയ്യാൻ അനുവദിക്കാത്ത സമരമുറകൾ തൊഴിലാളികൾ സ്വീകരിക്കുമെന്നും ആനത്തലവട്ടം ആനന്ദൻ മുന്നറിയിപ്പ് നൽകി. മുതലാളിമാർ തോട്ടണ്ടി വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതൊന്നും കുറേ കഴിഞ്ഞാൽ അനുവദിക്കപ്പെട്ടില്ല. തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും ഇല്ലാതാക്കിക്കൊണ്ട് മുതലാളിമാർക്ക് ലാഭം കിട്ടുന്ന മാർഗം മാത്രം സ്വീകരിച്ചു പോയാൽ അത് കൂടുതൽ അസംതൃപ്തി ഉണ്ടാവും. ആ അസംതൃപ്തി വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചേരും. തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോൾ നോട്ട് പ്രശ്നം പറഞ്ഞ് കൂലി നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് CITU നേതാവ് എളമരം കരീം പറഞ്ഞു. വിവിധ സമരകേന്ദ്രങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നവർക്ക് അഭിവാദ്യം അർപ്പിച്ച് CITU നേതാക്കളായ ആനത്തലവട്ടം ആനന്ദനും എളമരം കരീമും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ത്യൻ തപാൽ സർവീസിൽ ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകത ഏറെയാണ്. ഒരുപക്ഷെ ദൈവത്തിന് ഭക്തന്മാർ കത്തയക്കുന്ന ഏക സ്ഥലവും ഇതാകും. എന്തായാലും നോട്ട് പ്രതിസന്ധിയിൽ സന്നിധാനത്തെ തൊഴിലാളികൾക്ക് ആശ്രയം കൂടിയാണ് ഈ തപാൽ ഓഫീസ്. രാജ്യത്ത് ദൈവത്തിന് തപാലെത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യാൻ ക്ഷേത്രസന്നിധിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഏക തപാൽ ഓഫീസാണ് സന്നിധാനത്തേത്. രാജ്യത്തുടനീളമുള്ള അയ്യപ്പ ഭക്തന്മാർ അവരുടെ സന്തോഷവും വേദനയും കത്തിലൂടെ അയ്യപ്പനുമായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ തപാൽ ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമായ തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും സന്നിധാനത്തെ തപാൽ ഓഫീസിനുണ്ട്. തീർത്ഥാടന കാലത്തെ 66 ദിവസവും വിഷുവിന് 10 ദിവസവുമാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം. മണ്ഡല മകരവിളക്ക് സമയത്ത് 66 ദിവസം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസം വർക്ക് ചെയ്യുന്ന ഏക പോസ്റ്റ് ഓഫീസാണിത്. അയ്യപ്പസ്വാമിയുടെ പേരിൽ മണിയുന്ന മണി ഓർഡറുകളും കത്തുകളും നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കറൻസി വിനിമയത്തിൽ നിന്നും സന്നിധാനത്തെ തൊഴിലാളികളെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നതും അയ്യപ്പ സന്നിധിയിലെ ഈ ചെറിയ പോസ്റ്റ് ഓഫീസാണ്. വീട്ടിലേക്ക് പണമയക്കാനും മറ്റും സന്നിധാനത്തെ തൊഴിലാളികളുടെ ഏക ആശ്രയവും ഇവിടെയാണ്. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, ശബരിമല. ഉണരുന്ന പൊതുവിദ്യാഭ്യാസം, മാറുന്ന കേരളം എന്ന മുദ്രാവാക്യമുയർത്തി KSTA 26ാം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കമായി. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതികളുമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡും നാഷണൽ ഹെൽത്ത് മിഷനും സംസ്ഥാന സർക്കാരും സജീവമാവുകയാണ്. ആറളം ഫാം വിദ്യാർത്ഥികൾക്കായുള്ള അമ്പെയ്ത്ത് പരിശീലന പദ്ധതിയും പുനരധിവാസ മേഖലയിലുള്ളവർക്കായി വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയിൽ ലഭ്യമാക്കുന്ന പദ്ധതികൾക്ക് മന്ത്രി KK ശൈലജ തുടക്കമിട്ടു. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം, ആരോഗ്യ നിലവാരം എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും നാഷണൽ ഹെൽത്ത് മിഷനും ആവിഷ്കരിച്ച പദ്ധതികൾ ശ്രദ്ധേയമാവുകയാണ്. ആറളം പുനരധിവാസ മേഖലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ അമ്പെയ്ത്ത് പരിശീലന പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് തലമുറകളായി ലഭ്യമായിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിനും സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് ഇവരെ എത്തിക്കുന്നതിനും ദേശീയതല മത്സരങ്ങളിൽ പ്രാപ്തരാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി KK ശൈലജ നിർവഹിച്ചു. നിങ്ങൾ നോക്കിക്കോളൂ, ഈ ആറളം ഫാമിലെ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് സംസ്ഥാന തലത്തിലോ അതിനു മുകളിലോ ഒക്കെയായി മത്സരിക്കാൻ കഴിയുന്ന നല്ല കുട്ടികൾ, അത്ലറ്റുകളും മറ്റ് മേഖലയെല്ലാം ഉള്ള നല്ല കായിക താരങ്ങൾ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതേസമയം ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി
ആറളം ഫാം 7-ാം ബ്ലോക്കിൽ തുടി സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ശിശുരോഗ വിഭാഗം, ഗൈനക്കോളജി, ദന്തരോഗം, നേത്രരോഗം തുടങ്ങി എല്ലാ ബുധനാഴ്ചകളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും വിധമാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആഴ്ചയിൽ ഒരിക്കൽ ഈ 4 ഡോക്ടർമാർ ഇവിടെ വരുന്നു, ഈ ഫാമിൽ നിന്ന് അവിടെ എത്തിക്കുന്ന പേഷ്യൻസിനെ നോക്കുന്നു. ആറളം ഫാം ഒരു പുതിയ മാറ്റത്തിന്റെ തുടക്കത്തിലാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും ഒരുപോലെയുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരുക്കത്തിൽ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മുഹമ്മദ് റഫി സ്മാരകവുമായി മുംബൈ മലയാളി. സംഗീത സാമ്രാട്ടിനായി ഒരുങ്ങുന്ന സ്മാരകത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24-ന് ബാന്ദ്രയിൽ നടക്കും. അഭിമാന നിമിഷങ്ങളെന്ന് സ്മരണകൾ പങ്കുവെച്ച് റഫി കുടുംബം. കാലമെന്നും മൂളി നടക്കുന്ന ഈണമാണ് മുഹമ്മദ് റഫി. പകരം വയ്ക്കാനാകാത്ത നിരവധി ഗാനങ്ങൾക്ക് ശബ്ദ സാന്നിധ്യം നൽകിയ അനശ്വര ഗായകന് പുതിയൊരു സ്മാരകം പണിയുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് ചാന്ദിവലിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിയായ വെങ്കിടാചലമാണ്. ഈ റഫി ചൗക്കിൽ ഒരു ലക്കി റെസ്റ്റോറൻറ്റ് ബാൻഡ്ര വെസ്റ്റിൽ ഒരു പ്ലാക്ക് ഉണ്ട്, ചെറിയ ബോർഡ്, പത്മശ്രീ മുഹമ്മദ് റഫി ചൗക്ക്. അപ്പോൾ ഒരു ദിവസം ഞാൻ കാറ് അതുകൂടി ഓട്ടിക്കൊണ്ട് പോകുമ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ പിള്ളേരെ അവിടെ കളിക്കുകയും അവിടെ മൂത്രമൊഴിക്കുകയും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അപ്പം ഞാൻ പോയി ഇവരോട് പറഞ്ഞു, നമുക്ക് വല്ലതും ചെയ്യണം. അത് പറഞ്ഞ് ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നത്. സംഗീതത്തെ പരിപോഷിപ്പിക്കുന്നതിനായി 2004 രൂപീകരിച്ച ക്ലബ് നൊസ്റ്റാൾജിയയാണ് റഫി കുടുംബവുമായി വെങ്കിടാചലത്തെ അടുപ്പിക്കുന്നത്. തൃശൂർ സ്വദേശിയായ രാജേഷാണ് ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഫിയുടെ മക്കളായ യാസ്മിനും നസ്രിനും. Well, I would say the monument after so many years and through Mr. Venkat's hard work, I would say, and his dedication, he's done a wonderful job. പ്രശസ്ത എഴുത്തുകാരി മാനസി. കഠിനാധ്വാനത്തിന് തയ്യാറുള്ള പ്രതിഭയുമുള്ള എല്ലാവരെയും വളർത്തി വലുതാക്കിയിട്ട് ഒരു ചരിത്രമാണ് ബോംബെക്കുള്ളത്. കോടിക്കണക്കിന് സംഗീതാസ്വാദകരെ മാസ്മര ലഹരിയിലാഴ്ത്തിയ സംഗീത സാമ്രാട്ടിനായി ഒരുങ്ങുന്ന സ്മാരകത്തിനും മുംബൈ മലയാളികളുടെ കയ്യൊപ്പുണ്ട്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. നവതിയുടെ നിറവിലെത്തിയ പ്രൊഫസർ MK സാനു മാസ്റ്ററിനെ ആദരിക്കുന്നതിനായി എറണാകുളം പൗരാവലി സംഘടിപ്പിച്ച സാനു മാഷിന് സ്നേഹപൂർവ്വം നവതി പ്രണാമം എന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനോടും മനുഷ്യത്വത്തിനോടും ചേർന്നു നിൽക്കുന്ന മനസ്സാണ് സാനു മാഷിന്റേതെന്നും പുതിയ കാലത്ത് പകരക്കാരനില്ലാത്ത മഹാവ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്യന്റെ ദുഃഖനിവാരണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് പിണറായി വിജയന്റേതെന്ന് മറുപടി പ്രസംഗത്തിൽ സാനു മാസ്റ്റർ പറഞ്ഞു. മാഷെന്ന വ്യക്തിയുടെ നവതി എന്നതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന്റെ അറിവിന്റെ നവതിയാണ് ആഘോഷിക്കപ്പെടുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ചലച്ചിത്ര താരം മമ്മൂട്ടിയും പറഞ്ഞു. സാനു മാഷിന് നവതി പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും KT രാമകൃഷ്ണൻ കൾച്ചറൽ സെന്ററിന്റെയും നേതൃത്വത്തിൽ എറണാകുളം പൗരാവലി സംഘടിപ്പിച്ച പ്രൗഢോജ്വലമായ ചടങ്ങ് നടന്നത് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ. 90ന്റെ നിറവിലെത്തിയ സാനു മാഷിനെയും അദ്ദേഹത്തിന്റെ പത്നിയെയും മുഖ്യമന്ത്രി ആദരിച്ചു. സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തെ പ്രബുദ്ധമാക്കുന്നതിനിടപെട്ട വ്യക്തിയാണ് സാനു മാഷ്. ആ നിരയിലുള്ള വ്യക്തികൾക്കൊന്നും പുതിയ കാലത്ത് പകരം വെക്കാൻ ആളുകളില്ല എന്നത് നാം ഓർമ്മിക്കണം. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ, ഭിന്നശേഷിക്കാരുടെ ഉന്നമനം, HIV ബാധിച്ച കുട്ടികളോടുള്ള പരിരക്ഷ തുടങ്ങി സാധാരണ ഭരണകൂടത്തിനപ്പുറമുള്ള വീക്ഷണമാണ് പിണറായി സർക്കാരിൻ്റെതെന്ന് മറുപടി പ്രസംഗത്തിൽ സാനു മാസ്റ്റർ പറഞ്ഞു. ശ്രീ പിണറായി വിജയൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു. വേണമെങ്കിൽ ഉയർന്ന പദവികളിൽ, ഔദ്യോഗിക പദവികളിൽ എത്തിച്ചേരാമായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം തീച്ചൂളയിലൂടെ സഞ്ചരിക്കുന്നതിന് മുതിർന്നു? അദ്ദേഹം ദുഃഖ നിവാരണത്തിന് കണ്ട മാർഗം വ്യവസ്ഥിതി മാറ്റുക എന്നതാണ്. മഹാരാജാസ് കോളേജിൽ തന്റെ അധ്യാപകനായിരുന്ന സാനു മാഷിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് മുഖ്യപ്രഭാഷണം നടത്തിയ മമ്മൂട്ടി പങ്കുവച്ചത്. സാനു മാസ്റ്റർ എന്ന വ്യക്തിയുടെ നവതിക്കപ്പുറത്തേക്ക് ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു വലിയ സമൂഹത്തിൻ്റെ അറിവിൻ്റെ നവതിയാണ്. ദുരന്ത നാടകം അജയ്യതയുടെ അമരഗീതം എന്ന സാനു മാഷിന്റെ പുസ്തകം മമ്മൂട്ടിക്ക് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.